ഈ കുരിയാത്തി ദേശത്ത്, ആര്യനാട് കുരിയാത്തി ദേശത്ത് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വേൾ പറയാണ്, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ. അപ്പൊ മറ്റൊരുത്തലും ഒരു പ്രമുഖന്മാരിലോ ഒരു പുരോഹിതന്മാരിലോ ഒരു പള്ളിയിലോ ഒന്നും എന്നില്ല, രക്ഷയില്ല. രക്ഷ എന്ന് വെച്ചാൽ ശിക്ഷയിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം, രോഗസൗഖ്യം, ശാപത്തിൽ നിന്നുള്ള മുക്തി. ഇതിനാണ് രക്ഷ എന്ന് പറഞ്ഞത്. യേശു പറയാണ്, മറ്റു ഓരോരുത്തരിലും രക്ഷയില്ല. ഒരധികാരസ്ഥന്മാരിൽ രക്ഷയില്ല, ഒരു പള്ളിയിൽ രക്ഷയില്ല, ഒരു പുരോഹിതനിൽ രക്ഷയില്ല. രക്ഷ ആരിലുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. യേശുവാണ് ലോകരക്ഷയിതാവ്. സകല മാനവജാതികൾക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ മൂന്നാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ആ യേശുവിലാണ് രക്ഷ, ആ യേശുവിലാണ് നിത്യജീവൻ, ആ യേശുവിലാണ് സമാധാനം, യേശുവിലാണ് രക്ഷയിരിക്കുന്നത്, യേശുവിലാണ് പാപത്തിന് മോചനം. യേശുവിന്റെ രക്തം സകല പാപം പോയി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ യേശുവിന്റെ രക്തത്തിനെന്തുണ്ട്? പാപത്തിന് മോചനം തരുവാൻ സാധിക്കും, യേശുവിന് സമാധാനം തരുവാൻ സാധിക്കും, യേശുവിന് രോഗസൗഖ്യം തരുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു പറയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ലോകത്തിന് സമാധാനമില്ലാതിരിക്കുമ്പോൾ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ, കുടുംബങ്ങളിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ, ഒരു ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ, മക്കളെ കൂടി മാതാപിതാക്കളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ മഹാദൈവം പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പൊ സമാധാനം തരുവാൻ, സമാധാനം തന്നേച്ചു പോകുമെന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിലാണ് സമാധാനം, ആ യേശുവിലാണ് സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമാധാനം യേശുവിലുണ്ട്. യേശു സമാധാന പ്രഭുവാണ്, സമാധാനം കൊടുക്കുന്ന ദൈവമാണ്. ഞാനൊരിക്കൽ സമാധാനം നഷ്ടപ്പെട്ടവനായിരുന്നു. എന്റെ ഭാര്യ രോഗിയായി തീർന്നു. എനിക്ക് സമാധാനം ഇല്ലാതെയായി. എന്നാൽ 1990-ൽ യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനും ദൈവവുമായിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. യേശുവിനെ കർത്താവായിട്ടും നാഥനായിട്ടും രക്ഷിതാവുമായിട്ടും ദൈവമായിട്ടും 1990-ൽ ഞാൻ യേശുവിനെ ദൈവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സമാധാനം യേശുവിലുണ്ട്. എനിക്ക് സമാധാനം തന്ന ദൈവം, എന്റെ കുടുംബത്തിന് സമാധാനം തന്ന ദൈവം, എന്റെ തലമുറയ്ക്ക് സമാധാനം തന്ന ദൈവം, ആ ദൈവം നിങ്ങൾക്ക് സമാധാനം തരുവാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം യേശുവിലുണ്ട്. യേശുവാണ് സമാധാന പ്രഭു, യേശുവാണ് സമാധാനം തരുന്ന ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ആ ദൈവത്തെ യേശുവിൽ ആശ്രയിച്ചാൽ,
യേശുവിൽ ശരണപ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. മറ്റൊരിടത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. യേശുവിന്റെ നാമത്തിലാണ് രക്ഷ, യേശുവിന്റെ നാമത്തിലാണ് സമാധാനം. ഈ വലിയ രക്ഷ കരസ്ഥമാക്കിയില്ലെങ്കിൽ നിത്യ നരകത്തിൽ പോകേണ്ടി വരും. പ്രിയ സഹോദര, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മനുഷ്യൻ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം ആരോഗ്യത്തോടും ആയുസോടും ജീവിച്ചിരിക്കുന്നു, ആരോഗ്യത്തോട് ബലത്തോട്. അത് കഴിഞ്ഞാൽ കഷ്ടവും പ്രയാസവുമാണ്. ഒന്ന്, ഞാൻ ഇന്ന് മരിക്കും, നിങ്ങൾ നാളെ മരിക്കും. നിങ്ങൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ചിന്തിക്കാം. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു പറഞ്ഞു, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും എന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്തത്തില്ല. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പോകണമെങ്കിൽ യേശുവിൽ കൂടി മാത്രമേ പോകുവാൻ പറ്റത്തുള്ളൂ. യേശു പറയുകയാണ്, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ആരും കടക്കത്തില്ല.